കൊല്ലം ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം തട്ടിയതിന് മുസ്ലിം ലീഗ് നേതാവിന്റെ പേരിൽ കേസ്. മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം അബ്ദുൽ വഹാബിനെതിരെയാണ് കേസെടുത്തത്. പന്മന സ്വദേശി താജുദ്ദീന്റെ പരാതിയിലാണ് നടപടി. ആർ അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺരാജ്, ഈ പണം വാങ്ങുന്നടക്കം അതിന്റെ ഇടയ്ക്ക് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ സംഭാഷണവും പുറത്തു വരുന്നു. എന്താണ് ഈ കേസ്? പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടി എന്താണ് അരുൺരാജ്? റിജിത്ത്, ഒരു വർഷം മുമ്പാണ് KML ജോലി വാഗ്ദാനം ചെയ്ത 25 ലക്ഷം രൂപ ഈ അബ്ദുൽ വഹാബ് ഈ താജുദ്ദീന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. താജുദ്ദീന്റെ മകന് ജോലി നൽകാമെന്നതായിരുന്നു ഈ വാഗ്ദാനത്തിൽ പറഞ്ഞത്. പിന്നീട് ഈ ഒരു വർഷം പിന്നിട്ടിട്ടും ഈ ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് ഈ താജുദ്ദീൻ അബ്ദുൽ വഹാബിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യം തിരക്കി. ആ ഘട്ടത്തിലാണ് ലീഗിലടക്കം ഉന്നത നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ടാണ് ഈ ജോലി തരപ്പെടുത്തുന്നത്. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും എന്നായിരുന്നു ആ ഘട്ടത്തിൽ നൽകിയ മറുപടി. അതിനുശേഷം വീണ്ടും ജോലി ലഭിക്കാത്തതിനെ തുടർന്നാണ് അടുത്തിടെ വീണ്ടും ഈ താജുദ്ദീൻ അബ്ദുൽ വഹാബിനെ നേരിട്ട് കാണുകയും ഇതുമായി ബന്ധപ്പെട്ട പണം അല്ലെങ്കിൽ മടക്കി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ ഇത് മടക്കി നൽകാൻ കഴിയില്ല, ഇപ്പോൾ ഇതിന്റെ നിയമനമടക്കം PSC ആണ് നടത്തുന്നത്, അതിനാൽ തനിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനാകില്ല എന്ന നിലപാടായിരുന്നു ഈ അബ്ദുൽ വഹാബ് പിന്നീട് സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് താജുദ്ദീൻ ഇത് പരാതി ചവറ പോലീസിന് കൈമാറിയത്. ചവറ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ താജുദ്ദീൻ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടി ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ ദൃശ്യങ്ങൾ, പണം കൈമാറി അടക്കമുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പോലീസിന് കൂടി കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ വഹാബിനെതിരെ ചവറ പോലീസാണ് ഈ സാമ്പത്തിക തട്ടിപ്പിനടക്കമുള്ള കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ KML പണം ജോലി വാഗ്ദാനം ചെയ്ത നിരവധി ആൾക്കാരുടെ കയ്യിൽ നിന്ന് അബ്ദുൽ വഹാബ് ഇത്തരത്തിൽ പണം തട്ടിയതായും ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അബ്ദുൽ വഹാബിനെതിരെ നേരത്തെ തന്നെ ശൂരനാട് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലും സമാന രീതിയിലുള്ള പരാതികളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായി ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ്. 5 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും 20 ലക്ഷം രൂപ നേരിട്ട് നൽകിയെന്നാണ് താജുദ്ദീന്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടി ഇപ്പോൾ താജുദ്ദീൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ശരി, ആർ അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്.